ശ്രീ മഹേഷ് പണിക്കർ ഒരു 2-2.5 മാസം മുമ്പ് ഇത്രയൊക്കെ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നതിനൊക്കെ മുമ്പ് താങ്കൾ ഇതേ ചർച്ചയിൽ പറഞ്ഞതാണ്. എന്താണ്, ഇപ്പോൾ ഉള്ള ദ്വാരപാല പാളികൾ ഒറിജിനൽ അല്ല, വേറെ ഉണ്ടാക്കി കയറ്റിയതാണ്. ആ വഴി തന്നെ വരികയാണ് കാര്യങ്ങൾ. ഹൈദരാബാദിൽ ദീർഘനാൾ പൂഴ്ത്തിവെച്ച പാളികളാണോ ചെന്നൈക്ക് പോയെന്നാണ് സംശയം. അവതരിക്കുന്നുണ്ട് ഒരു പുരാവസ്തു കടത്തുകാരൻ, എന്തോ ഒരു ഡി മണി, നേരത്തെ ശ്രീജിന്ദേവ് പറഞ്ഞ പോലെ ഏതോ ഒരു ഡിങ്കോൾഫി മണി. ശ്രീ മഹേഷ് പണിക്കർ. തീർച്ചയായിട്ടും ഹാഷ്മി, നമ്മൾ എല്ലാം വിചാരിച്ച പോലെ തന്നെ ആ യഥാർത്ഥ അയ്യപ്പൻ്റെ സ്വർണ്ണപ്പാളികൾ തിരിച്ചു കിട്ടത്തക്ക രീതിയിലുള്ള ഇതിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങളുടെ പോക്ക് നമുക്ക് മനസ്സിലാകുന്നത്. അതിനകത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഈ ഡി മണി എന്ന് പറഞ്ഞൊരു പുതിയ ക്യാരക്ടർ വന്നിരിക്കുന്നു. അയാളൊരു മേടിക്കുന്ന അല്ലെങ്കിൽ വിഗ്രഹത്തിൻ്റെ കച്ചവടം നടത്തുന്ന ഒരാളാണ്. അയാളുടെ 4 പഞ്ചലോഹ വിഗ്രഹം കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പം ഈ പഞ്ചലോഹ വിഗ്രഹം എന്ന് പറയുന്നത് ഈ സ്വർണ്ണപ്പാളിയുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ദ്വാരപാലകളിൽ നിന്നൊക്കെ കട്ടളയോ കഥവോ കാര്യങ്ങളൊന്നുമല്ല. അതേ അർത്ഥത്തിൽ നമ്മുടെ അഷ്ടദിക്പാലകരാകാനാണ് സാധ്യത. എൻ്റെ ഒരു ഇതിൽ വാജിവാഹനവും അഷ്ടദിക്പാലകരും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ടിട്ടുള്ള, ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുള്ള വിഗ്രഹങ്ങളാണ്. ആ വിഗ്രഹങ്ങൾ ഉറപ്പായിട്ടും അത് കച്ചവടം ചെയ്യാനായിട്ടുള്ള വളരെ സാധ്യതയുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ തന്ത്രിയുടെ ബിനാമി ആയതുകൊണ്ട് ഈ തന്ത്രി സത്യം പറഞ്ഞാൽ ഇപ്പോൾ പഴയ കാലത്തെ പോലൊന്നും മോഷണമല്ല നടക്കുന്ന ക്ഷേത്രങ്ങളിൽ. ഈ കപൂർ മോഡൽ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന രീതിയിൽ പഴയ ഒരു ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ ഇവർ കേടാണെന്ന് പറയും. തന്ത്രിയാണല്ലോ അത് പറയാൻ അധികാരി. ഈ വിഗ്രഹം കേടാണ്, എൻ്റെ കൈ പോയി കാല് പോയി എന്ന് പറയും. ഇത് പുതുക്കി പണിയാനായിട്ട് തീരുമാനമെടുക്കും. എന്നിട്ട് പുതുക്കി പണിയാനായിട്ട് തീരുമാനമെടുത്തിട്ട് പഴയ വിഗ്രഹങ്ങൾ മാറ്റും. ഇത് പിന്നെ ഇവരുടെ അവകാശം. 16-ാം നൂറ്റാണ്ടിലൊക്കെയുള്ള തന്ത്ര സംശയം, കുഴിക്കാട്ട് വച്ച തുടങ്ങിയ ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്ന പോലെ ഇവരുടെ അവകാശമാണെന്ന് പറഞ്ഞിട്ട് ഇവർ ഇതെടുത്തുകൊണ്ട് പോകും. അതിൽ ഈ എന്താ പറഞ്ഞ ദാരുവിലുള്ള വിഗ്രഹമാണെങ്കിൽ ദഹിപ്പിക്കും, ശിലയിലുള്ള വിഗ്രഹമാണെങ്കിൽ വെള്ളത്തിൽ കളയും, കയത്തിലൊക്കെ കളയും. ഈ സ്വർണം, വെള്ളി, പഞ്ചലോഹം അങ്ങനത്തെ വിഗ്രഹങ്ങൾ വിലയുള്ളതാണ് ഇവർ കൈക്കലാക്കും. അത് ഇവരുടെയാണെന്നും പറഞ്ഞ് ഇവരുടെ അവകാശമാണ്. അപ്പം അങ്ങനെ പറഞ്ഞിട്ട് അതൊരു തെറ്റായ കാര്യമാണ്. അങ്ങനെയൊന്നും അവകാശം അവർക്ക് അവരുടെ നേതൃത്വത്തിൽ അത് ഉടച്ചു വാർക്കണമെന്നാണ്. പക്ഷേ ഇവർ ഉടച്ചൊന്നും വാർക്കത്തില്ല. ഇവർ നേരെ ഇത് വീട്ടിൽ കൊണ്ടുപോവാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലത്തെ ബിനാമി ആൾക്കാരെ വെച്ചിട്ട് ഇത് വിൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു വിൽപ്പന, അതായത് ശബരിമലയിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്ഷേത്രത്തിലെ ഇവരുടെ തന്ത്രത്തിലുള്ള മറ്റേതെങ്കിലും ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങളാകാം. ശബരിമലയിലാണെങ്കിൽ ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്ന വിഗ്രഹങ്ങൾ എന്ന് പറയുന്ന കൊടിമരത്തിന് മേലുള്ള വാജിവാഹനവും അതുപോലെ തന്നെ അഷ്ടദിക്പാലകരുടെ വിഗ്രഹങ്ങളുമാണ്. അപ്പം ഈ വിഗ്രഹങ്ങളാകാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയില്ലല്ലോ ഏത് വിഗ്രഹമാണ് അവരെടുത്തിരിക്കുന്നത് അങ്ങനത്തെ. പിന്നെ അതുപോലെ തന്നെ പിന്നെ ശ്രീകോവിലിനകത്തുള്ള സാക്ഷാൽ അയ്യപ്പസ്വാമിയുടെ വിഗ്രഹവും പിന്നെ അവിടുത്തെ നമ്മുടെ ഉത്സവത്തിന് കൊണ്ടുപോകുന്ന ശിവേലി ബിംബവുമാണ്. അപ്പം അത് രണ്ടും പോയിട്ടുണ്ടെന്ന് എനിക്ക് അത്ര ഉറപ്പില്ലാത്ത കാര്യങ്ങൾ നമ്മൾ പറയാനും പാടില്ല. എന്നാലും പക്ഷേ ഈ അഷ്ടദിക്പാലകരും ഈ വാജിവാഹനം അവിടുന്ന് പോയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട തന്ത്രി അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞു. അത് പ്രശ്നം വന്നേ പിന്നാണ് തിരിച്ചെടുക്കാൻ പറഞ്ഞു. പക്ഷേ അതൊരു ഡ്യൂപ്ലിക്കേറ്റ് വാജിവാഹനം അവരുണ്ടാക്കി വെച്ചിട്ട് പിന്നെ എടുത്തുകൊണ്ട് പോകാൻ പറയുന്ന സാധനമാണ്. ഏകദേശം ഒരു 25-30 കിലോളം വെയിറ്റുള്ള വാജിവാഹനം, അഷ്ടദിക്കൂടെ 40 കിലോളം വെയിറ്റ് വരുന്ന വെള്ളിയിലൊക്കെ ഉണ്ടാക്കിയാണ് വാജിവാഹനം. അതൊരുപാട് ചരിത്ര പ്രാധാന്യമുള്ളതും ശബരിമല അയ്യപ്പനുമായിട്ട് ഒരുപാട് ഇതായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പം അതിനൊക്കെ വളരെ വിലയുള്ളതാണ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പം എന്തായാലും അന്വേഷണം ആ രീതിയിൽ തന്നെ യഥാർത്ഥ അയ്യപ്പൻ്റെ നഷ്ടപ്പെട്ട വിഗ്രഹങ്ങളും നഷ്ടപ്പെട്ട സ്വർണവും അതേ രൂപത്തിൽ തന്നെ തിരിച്ചു കിട്ടും എന്നുള്ളതിൻ്റെ ഒരു രീതിയിലാണ് ഇപ്പോഴത്തെ അന്വേഷണം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വളരെയധികം സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. അല്ല ശ്രീ മഹേഷ് പണിക്കർ, ഈ ഗോവർദ്ധനൊക്കെ പറയുന്ന സത്യമാണോ ദൈവത്തിന് മാത്രം അറിയാം, SITക്കും വലിയ പിടിയില്ലെന്നാണ് തോന്നൽ. ഇനി ആ പറയുന്നത് തന്നെ നോക്കൂ, അവിടെ ശാസ്താവിൻ്റെ സ്വർണം ഉരുക്കി അടിച്ചു മാറ്റിയ സ്വർണ്ണമെന്നറിഞ്ഞ് വാങ്ങിയ ഗോവർദ്ധന് വല്ലാത്ത സങ്കടം. പ്രായശ്ചിത്തം ചെയ്യണം. 10 പവൻ്റെ മാല മാളിക പുറത്തു കൊടുക്കുന്നു. ആ മാലയാവട്ടെ 10 പവനാണേ, 6-7 വർഷമായി ഒരു രേഖയിലും ഇല്ല. ഗോവർദ്ധൻ്റെ ജാമ്യാപേക്ഷ വരുമ്പോൾ പൊട്ടി വീണ മട്ടിൽ മാല വരുന്നു, രേഖ വരുന്നു. അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് ശ്രീ മഹേഷ് പണിക്കർ? തീർച്ചയായിട്ടും ഹാഷ്മി, അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വാജിവാഹനത്തിൻ്റെ കേസ് വന്ന പോലെ തന്നെ നമ്മൾ ഇതിനെ കണക്കാക്കണം. അതായത് പിടിക്കപ്പെടുമെന്നായപ്പോഴത്തേക്ക് തിരിച്ചു വെക്കുക. അതായത് വാജിവാഹനം എങ്ങനെയാണോ ഇത് എൻ്റെ കയ്യിലുണ്ട് തിരിച്ചെടുക്കൂ എന്ന് പറഞ്ഞതുപോലെ തന്നെ സ്വർണം അന്ന് 10 പവൻ ഗോവർദ്ധൻ കൊടുത്തെങ്കിൽ ഗോവർദ്ധൻ അത് തന്ത്രിയുടെ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്ത്രിയുടെ കൊടുത്തിട്ട് തന്ത്രി അത് കൈക്കലാക്കിയിട്ടുണ്ടാവുന്നതാണ്. തന്ത്രിയോ അല്ലെങ്കിൽ പോറ്റിമാരോ അത് കൈക്കലാക്കിയിട്ടുണ്ടാകും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാളികപ്പുറത്തെ മേൽശാന്തിമാർ എല്ലാ വർഷവും മാറുന്നവരാണ്. ഇപ്പോൾ 6 കൊല്ലമായിട്ടോ 5 കൊല്ലമായിട്ടോ ഉണ്ടെങ്കിൽ 5 കൊല്ലം 5 പേരാണ്. അപ്പോൾ അവരിങ്ങനെ പോകുമ്പോഴത്തേക്ക് എല്ലാ ദിവസവും ഇങ്ങനെ ഈ മാല എടുത്ത് ചാർത്തുന്നൊന്നുമല്ല. ഓരോ ദിവസവും ഇങ്ങനെ ചാർത്തി അടുത്ത മേൽശാന്തി വരുമ്പോൾ അവരെ ഏൽപ്പിക്കുന്നതല്ല. ദേവസ്വം ബോർഡിൻ്റെ എല്ലാ ദേവതകളുടെയും അവരുടെ ആഭരണങ്ങൾക്കൊരു ലിസ്റ്റുണ്ട്. അത് ഉത്സവാധികാരങ്ങളിൽ ചാർത്തുന്ന രീതിയുണ്ട്, അല്ലാണ്ട് ഡെയിലി ചാർത്തുന്ന രീതിയുണ്ട്. ഡെയിലി ഒന്നും ഈ 10 പവൻ്റെ മാലയൊന്നും അവിടെ എടുത്ത് എല്ലാ ദിവസവും ചാർത്തത്തില്ല. അത് എന്തെങ്കിലും ഉത്സവമോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴേ ഇത്ര വാല്യൂ ഉള്ളത്. ഏകദേശം ഇന്നത്തെ വില വെച്ചിട്ടാണെങ്കിൽ 10 പവൻ എന്ന് പറയുമ്പോൾ 10 ലക്ഷം രൂപ വിലയുള്ളൊരു ആഭരണമാണ്.
അപ്പം അതൊക്കെ സത്യം പറഞ്ഞാൽ അതൊക്കെ അന്നേ അടിച്ചു മാറ്റിയതാണ്. പിന്നെ പിടിക്കപ്പെടും, ഇങ്ങനെ ഗോവർദ്ധൻ ഇങ്ങനെ മാല കൊടുത്തിട്ടുണ്ട്, അപ്പം ആ കാര്യങ്ങൾ വരുമെന്ന് അറിഞ്ഞപ്പോൾ ഇപ്പോൾ വെച്ചിരിക്കുന്നതാണ്. അത് തീർച്ചയായിട്ടും SITക്കോ അല്ലെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കോ ഇത് പരിശോധനയിൽ കൂടെ മനസ്സിലാക്കാൻ പറ്റാവുന്ന മാത്രമേ ഉള്ളൂ ഹാഷ്മി. കാര്യം ഇത് അന്നത്തെ ഗോവർദ്ധൻ കൊടുത്താണ് അയാളുടെ റോദം ജ്വല്ലറി എന്ന് പറഞ്ഞൊരു ജ്വല്ലറിയുടെ ആയിരിക്കുമല്ലോ. പക്ഷേ ഇപ്പം ഈ വെച്ച് കിട്ടിയിരിക്കുന്നത്, ഇപ്പം അവിടെ ഉണ്ടെന്ന് പറയുന്ന ഇപ്പം കയറ്റിയിരിക്കുന്ന ആഭരണം ചിലപ്പം വല്ല കല്യാണിൻ്റെയോ ഭീമയുടെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവത്തിൻ്റെ ആകാൻ സാധ്യതയുണ്ട്. പിന്നെ അത് തന്നെ ഇവർ സൂക്ഷിച്ച് വെച്ചിട്ട് അത് തിരിച്ച് കയറ്റിയാൽ മാത്രമേ അങ്ങനത്തെ ഇത് വരത്തുള്ളൂ. അപ്പോൾ അന്നത്തെ ഫോട്ടോയും ഇന്നത്തെ ഫോട്ടോയും തമ്മിലൊക്കെ വെരിഫൈ ചെയ്താൽ അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇത് സത്യം പറഞ്ഞാൽ അയ്യപ്പൻ എല്ലാ കൊള്ളയും പൊക്കാനുള്ള ഉത്തമ ബോധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഫുൾ രീതിയിലാണ്. എവിടെയൊക്കെയോ ഇവർക്ക് ചെറിയ പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട്. എങ്ങനെയാണോ ഇവർ ആ ചന്ദ്രഗ്രഹണ സമയത്ത് ഈ ധാരപാലകരുടെ പാളി ഇളക്കിയത്, അന്ന് മുതൽ ഇവരുടെ നാശം തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അന്വേഷണം ഓരോ ദിവസം നമ്മൾ ആദ്യം ധാരപാലക പാളി തുടങ്ങി, പിന്നെ കട്ടളയായി, കഥകായി, പിന്നെ മേളിലോട്ട് അന്വേഷണമായി, 2017 വരെയായി, ഇപ്പോൾ അതിൻ്റെ മേളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത് ഉറപ്പായിട്ടും വളരെ അയ്യപ്പൻ്റെ ആ ഒരു ചൈതന്യം പൂർണ്ണമായ രീതിയിൽ എത്തിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.